SSLC പരീക്ഷാ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത ദിവസം മുതൽ 2026-27 അധ്യയന വർഷത്തെ +1 പ്രവേശനത്തിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മുൻവർഷത്തെപ്പോലെ സീറ്റുകൾ പ്രവേശനത്തിന് ലഭ്യമാണ്. SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുന്നതാണ്. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി +1 ക്ലാസുകൾ ആരംഭിക്കുന്നതാണ്. മുൻവർഷം ക്ലാസുകൾ ആരംഭിച്ചത് ജൂൺ 18 മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി സമയബന്ധമായി പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. 2026 ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 5-നും രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 6-നും ആരംഭിക്കുന്നതാണ്. നിലവിലെ രജിസ്ട്രേഷൻ പ്രകാരം ഹയർ സെക്കൻഡറി 1-ഉം 2-ഉം വർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇനി പറയുന്നു. ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ എണ്ണം 4,11,025. ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ 3,41,222. രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ എണ്ണം 4,52,437. പരീക്ഷാ കേന്ദ്രങ്ങൾ 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി 1,984 പരീക്ഷാ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്താനായി 89 മൂല്യനിർണ്ണയ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 6 മുതൽ മൂല്യനിർണ്ണയം ആരംഭിക്കുന്നതാണ്. മെയ് 22-ന് ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ 1966-ഉം ഗൾഫ് പരീക്ഷാ കേന്ദ്രങ്ങൾ 7-ഉം ലക്ഷദ്വീപ് പരീക്ഷാ കേന്ദ്രങ്ങൾ 9-ഉം മാഹി പരീക്ഷാ കേന്ദ്രങ്ങൾ 2-ഉമാണ്. ഇൻവിജിലേറ്റർമാരായി 29,000-ഓളം അധ്യാപകരെയാണ് ആവശ്യമായി വരുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ എണ്ണം 26,829-ഉം രണ്ടാം വർഷം റെഗുലർ വിദ്യാർത്ഥികളുടെ എണ്ണം 26,826-ഉമാണ്. പരീക്ഷാ സെന്ററുകളുടെ എണ്ണം 389. മൂല്യനിർണ്ണയ ക്യാമ്പുകളുടെ എണ്ണം 8. പരീക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ട അധ്യാപകരുടെ എണ്ണം 3,700-മാണ്. തിയറി പരീക്ഷകൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് 2026 ഏപ്രിൽ മാസം 6-ാം തീയതി മുതൽ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിക്കുന്നതാണ്. ഗൾഫ് മേഖലയിലെ പരീക്ഷ മധ്യ പൗരസ്ത്യ ദേശത്ത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷാ നടത്തിപ്പ് ഒരു പ്രതിസന്ധിയിലാണ്. SSLC മാർച്ച് 5-ലെ പരീക്ഷയും ഹയർ സെക്കൻഡറി മാർച്ച് 5, 6, 7 തീയതികളിലെ പരീക്ഷയും മാറ്റിവെക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഗൾഫിലും കേരളത്തിലുമായി ചില വിദ്യാർത്ഥികൾ പരീക്ഷാ സെന്ററുകൾ എത്തിച്ചേരുവാനാകാതെ പരീക്ഷ എഴുതുവാൻ കഴിയില്ല എന്ന ആശങ്കയിൽ കഴിയുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുഞ്ഞുങ്ങൾക്കൊപ്പമുണ്ട്. അങ്ങനെ പരീക്ഷ എഴുതുവാൻ കഴിയാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രഥമ അധ്യാപകർ, പ്രിൻസിപ്പൽ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷയുടെ മെറിറ്റും പരിശോധിച്ച് കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായ തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളും. ഭിന്നശേഷി നിയമനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2025 സെപ്റ്റംബർ 1-ലെ വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ അധ്യാപകരുടെ കേടെറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവിലെ പ്രധാന തീരുമാനങ്ങൾ ഇനി പറയുന്നതാണ്. ദിവസവേതന അധ്യാപകർക്കുള്ള ആശ്വാസം. കേടെറ്റിന് സമാനമായി ഉയർന്ന യോഗ്യതയുള്ള സെറ്റ്, നെറ്റ്, എംഎഡ്, എംഫിൽ, PhD അധ്യാപകർക്ക് 2025 ഒക്ടോബർ മാസം 31 വരെയുള്ള കാലയളവിലെ കുടിശ്ശികയുള്ള ദിവസവേതനം നൽകുവാൻ തീരുമാനിച്ചു. നിശ്ചിത കേടെറ്റ് യോഗ്യതയില്ല എന്ന കാരണത്താൽ തടഞ്ഞുവച്ച വേതനം ഓരോ കേസും പ്രത്യേകം പരിശോധിച്ച് നൽകുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇളവ്.
കെ-ടെക് കാറ്റഗറി 3-ൽ വിജയിച്ച അധ്യാപകർക്ക് ഇനി മുതൽ കെ-ടെക് കാറ്റഗറി 2 നേടുന്നതിൽ നിന്ന് ഒഴിവാക്കി നൽകി. ഇത് സംബന്ധിച്ച് 2018 മാർച്ച് 9-ലെ സർക്കുലർ വ്യവസ്ഥകൾ തുടർന്നും നിലനിൽക്കുന്നതാണ്. നിലവിലെ ഈ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിട്ടുള്ള റിവ്യൂ പെറ്റീഷനിലെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും. അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ തടസ്സങ്ങൾ നീക്കി അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പരീക്ഷകൾ മാറ്റിവെക്കുന്നത് ഗൾഫ് മേഖലയിൽ മാത്രമാണ്. തെറ്റായി പോവില്ലേ? ഹയർ സെക്കൻഡറി തസ്തിക നിർണ്ണയം സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ 2024-25 വർഷത്തെ തസ്തിക നിർണ്ണയം നടത്തിയത് പ്രകാരം 2021-22 വർഷത്തെ ഷിഫ്റ്റഡ് ബാച്ചുകളിലെ തസ്തിക ഉൾപ്പെടെ 119 ജൂനിയർ HST തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടും 146 ജൂനിയർ HST തസ്തികകൾ HST തസ്തികകളായി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടും 68 HSST തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടും 143 HSST തസ്തികകൾ ജൂനിയർ HSST തസ്തികകൾ ആക്കി മാറ്റിക്കൊണ്ടും തസ്തിക നിർണ്ണയം അംഗീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. നോട്ട് തരാം നോക്കില്ല. സ്കൂളുകളിൽ കായിക അധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്. മികവുറ്റ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ദേശീയതലത്തിലെ സ്കൂൾ കായികമേളയിലും മറ്റും കേരളത്തിന് പ്രഥമ സ്ഥാനമാണെങ്കിലും അതിനായി കുട്ടികളെ വാർത്തെടുക്കുന്ന കായിക അധ്യാപകർ നമ്മുടെ ബഹുഭൂരിഭാഗം സ്കൂളുകളിലുമില്ല എന്നത് വസ്തുതയാണ്. KERന്റെ പ്രാരംഭഘട്ടം മുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന ചട്ടങ്ങൾ പ്രകാരമാണ് ഇപ്പോഴും സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നതെന്നത് പുനഃപരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. സ്പെഷ്യലിസ്റ്റ് വിഷയങ്ങളിലെ അധ്യാപകരുടെ വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തുന്നതിന് ഒരു കമ്മിറ്റി നിയോഗിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ചട്ടഭേദഗതി ഉൾപ്പെടെ നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതാണ്. സംസ്ഥാനത്ത് അംഗീകാരമുള്ള സർക്കാർ പ്രീ പ്രൈമറികളിൽ ഓണറേറിയം കൈപ്പറ്റുന്ന 2835 അധ്യാപകരും 1941 ആയമാരും നിലവിൽ സേവനം ചെയ്യുന്നു. പ്രസ്തുത ജീവനക്കാർക്ക് സേവന ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്ക് യഥാക്രമം 12,500 രൂപയും ആയമാർക്ക് യഥാക്രമം 7,000, 7,500 രൂപയും എന്ന നിരക്കിൽ ആണ് എല്ലാ മാസവും ഓണറേറിയം അനുവദിച്ചു വന്നിരുന്നത്. പ്രസ്തുത ജീവനക്കാർക്ക് നവംബർ മാസം 2025 മുതൽ 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചു സർക്കാർ ഉത്തരവായിരുന്നു. ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രീ പ്രൈമറി ജീവനക്കാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ സാമ്പത്തിക വർഷം തന്നെ 2 പ്രാവശ്യമാണ് വർധന നടത്തിയിട്ടുള്ളത്. ധനവകുപ്പിന്റെ അനുമതിയോടുകൂടി സർക്കാരിൽ നിന്ന് വർദ്ധിപ്പിച്ച ഓണറേറിയ തുക ലഭിക്കുന്നതാണ്. ഈ തുക ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ 2026 ഫെബ്രുവരി മാസത്തിൽ കുറവ് ചെയ്ത തുക ജീവനക്കാർക്ക് ലഭ്യമാകും. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിഭാഗം ജീവനക്കാരുടെ ഓണറേറിയം വെട്ടിക്കുറച്ചുവെന്ന വാർത്ത വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. ഈ വർഷം തന്നെ 2 ഘട്ടമായി സർക്കാർ വർദ്ധിപ്പിച്ച ഓണറേറിയം അതിന്റെ പൂർണ്ണ ആനുകൂല്യത്തോടുകൂടി തന്നെ എല്ലാ ജീവനക്കാർക്കും ലഭ്യമാക്കുന്നതാണ്. മലയാളത്തിന് പ്രോത്സാഹനം. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന മലയാളത്തിന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. 10ാം ക്ലാസ്സിൽ മലയാളത്തിന് ഉന്നത വിജയം കരസ്ഥമാക്കി ഹയർ സെക്കൻഡറിയിൽ മലയാളം ഉപഭാഷയായി പഠിക്കുന്നവർക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കിൾ മുഖാന്തരം അറിയിക്കുന്നതാണ്. ഇതൊന്ന് കഴിഞ്ഞാൽ വേറൊരു വിഷയം കൂടെ പറയാനുണ്ട്. നിങ്ങളുണ്ടെങ്കിൽ ആയമാരുടെയും ടീച്ചർമാരുടെ കാര്യത്തിലേ നിലവിൽ അവർ പകുതി സാലറി കൊടുത്തിട്ടുള്ളൂ. അത് ഫണ്ടില്ലാത്തതുകൊണ്ടല്ലേ അത് പിന്നെ ഇപ്പോൾ പകുതി കാശ് കൊടുത്തു, ബാക്കി കാശ് കൊണ്ട് കൊടുക്കാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. കൊടുക്കാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അങ്ങനെ ഉത്തരവ് ഇറക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിലെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഫണ്ട് കിട്ടിക്കഴിഞ്ഞു.
ഇറാനിൽ സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ 100-ലധികം കുരുന്നുകൾ കൊല്ലപ്പെട്ട വാർത്ത അതീവ നരക്കത്തോടെയാണ് കേട്ടത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങേയറ്റം ഇക്കാര്യത്തിൽ ദുഃഖിക്കുകയാണ്.